ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്നത്തെ രാവിലെ മുതലുള്ള കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം രാവിലെ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് മിറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇഡലിയും സാമ്പാറുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എളുപ്പമാണല്ലോ. ദോശ ചുട്ടുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ എൻ്റെ സമയം മുഴുവൻ പോകും. എന്നാലും ഇന്ന് നമുക്ക് കുറച്ച് ജോലിയൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. അപ്പം ഞാൻ ദോശ ചുടാനായിട്ട് കുറച്ച് മാവ് ബാലൻസ് വെച്ചിട്ടുണ്ട്. അപ്പം രാവിലെ തന്നെ ഇഡലിയൊക്കെ കോരി ഒഴിച്ചുണ്ടാക്കി ഒരു സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് തന്നെ മക്കൾക്ക് കൊണ്ടുപോകാനായിട്ട് മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ മിറ്റം അടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ രാവിലെയും വൈകിട്ടും മിറ്റം അടിക്കും കേട്ടോ. ഭയങ്കര ഇലകളാണ്, കാറ്റുകാലമായതുകൊണ്ട് ഇപ്പം നല്ല ഇലകളാണ്. അപ്പം ഇന്നലെ വൈകിട്ട് ഞാൻ ഒരു 6 മണിയോടുകൂടി അടിച്ചിട്ടത് കൊണ്ട് അത്രയും ഇലയില്ല. അപ്പുറത്തെ സൈഡൊക്കെ തൂത്ത് കൂട്ടി അപ്പം തന്നെ തീയിടും കേട്ടോ. അല്ലെങ്കിൽ ഈ കോഴിയുള്ളത് കൊണ്ട് ഇങ്ങനെ ചെകഞ്ഞ് ഇവിടെ എല്ലാം കൊണ്ടുവരും. അങ്ങനെ അപ്പുറത്തെ സൈഡും ഒക്കെ ഞാൻ അടിച്ചിട്ടു. പിന്നെ അവിടോട്ടൊന്നും ഞാൻ അങ്ങനെ വീഡിയോ എടുക്കത്തില്ല കേട്ടോ. ഇതിപ്പം നമ്മുടെ അടുക്കള സൈഡായതുകൊണ്ട് നമുക്ക് ഇവിടോട്ട് വെച്ച് പെട്ടെന്ന് എടുക്കാമല്ലോ. അങ്ങനെ തന്നെ മിറ്റമൊക്കെ അടിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ തേങ്ങ ഇതുവരെ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് തേങ്ങ എടുക്കാനായിട്ട് ആൾ വന്നിട്ടുണ്ട് കേട്ടോ. അന്നേരം നമ്മുടെ ചേട്ടനെ പെറുക്കി ചാക്കിനകത്താക്കി എണ്ണിയിടുവാണ്. അവിടെ നിന്ന് ടിനോപ്പന് ഇന്ന് പോകണ്ട കേട്ടോ. അവൻ നിന്ന് വീഡിയോ എടുത്ത് തന്നു. അങ്ങനെ താണ്ട് തേങ്ങയൊക്കെ കൊടുക്കുകയാണ്. അന്നേരം കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു തേങ്ങയ്ക്ക് എന്നാ പിന്നെ വില എന്ന്. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, തീരെ വില കുറഞ്ഞാണ് നമുക്ക് തേങ്ങ കൊടുക്കുന്നത് കേട്ടോ. കാരണം ഇവിടെയൊക്കെ തെങ്ങുകളുള്ളത് കൊണ്ട് വിലക്കുറവാണ്. എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം തേങ്ങയ്ക്ക് ഒരുപാട് റേറ്റാണ്. എനിക്കറിയാവുന്ന കാര്യമാണ്. കാരണം ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരു തേങ്ങയ്ക്ക് 50 രൂപയാണ് കേട്ടോ വാങ്ങുന്നത്. ഞാൻ കണ്ടതാണ് കഴിഞ്ഞ ദിവസം പോയപ്പോൾ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വേണ്ട പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനായിട്ട് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ. അന്നേരം നമ്മുടെ ഒരു ചട്ടിയും കലവും ഒക്കെ കഴുകാനുണ്ടായിരുന്നു. ഞാൻ രാവിലെ ഇന്ന് ചോറ് വെച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ചോറ് വെക്കണം, പിന്നെ കറികളൊക്കെ വെക്കണം. അന്നേരം ഞാൻ ഇങ്ങനെ അടുപ്പേ വെക്കുന്ന പാത്രങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവന്നാണ് ഇങ്ങനെ കഴുകി ഈ വെയിലത്തോട്ട് വെക്കും. കുറച്ച് കഴിയുമ്പോഴാണ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ വേണ്ട കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു മുറ്റത്തോട്ട് കൊണ്ടുവച്ച് കഴുകി. അപ്പം എന്താ പറയുക, സൗണ്ട് പോലും വോയിസ് കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ. നല്ല സൗണ്ട് അടവായിപ്പോയി. ഇപ്പം ഭയങ്കര ചൂടാണല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഈ തണുത്തതൊക്കെ വെള്ളം കുടിക്കുന്നതുകൊണ്ടായിരിക്കും. ഭയങ്കര പനി, കഫക്കെട്ടും ഒക്കെ ആയി കേട്ടോ. പിന്നെ കൈക്ക് വേദന എങ്ങനെയുണ്ടെന്ന് ഒരുപാട് കൂട്ടുകാർ തിരക്കുന്നുണ്ട്. കൈക്ക് വേദന കുറവുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ഈ ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പഴയതുപോലെ ഉള്ള ബുദ്ധിമുട്ടില്ല. കാരണം നമ്മൾ ചൂടൊക്കെ വെച്ച് രാവിലെ ഞാൻ കുളിച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ തല കഴുകിയിട്ടില്ല. കാരണം എനിക്ക് പനി ആയതുകൊണ്ട് രാവിലെ എനിക്ക് തോന്നുന്നു ഈ ഡെയിലി തല കഴുകുന്നതുകൊണ്ടാണ് പനി ഉണ്ടായതെന്ന് ഞാനങ്ങ് ഓർത്ത് കേട്ടോ. അങ്ങനെ ഇന്ന് ഞാൻ തല കഴുകിയിട്ടില്ല. കാരണം സൗണ്ട് ഒട്ടുമില്ല, അടഞ്ഞു പോയി സൗണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയത്ത് നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ വന്നു. കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വള്ളക്കാരൻ ചേട്ടനെ കുറച്ച് ദിവസമായില്ലേ നിങ്ങളെല്ലാം കണ്ടിട്ട്. കുട്ടനാട്ടിലെ കാഴ്ചകൾ കാണിക്കുമ്പം ഒരു അത്ഭുതകരമായ കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാണല്ലേ, നമ്മുടെ സഞ്ചരിക്കുന്ന സൂപ്പർ മാർക്കറ്റ്. ഇത് കാണാൻ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ വള്ളത്തെ വരുന്ന സാധനങ്ങൾ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അന്നേരം നമുക്ക് 3-4 പേര് ഇതിലേ വരുന്നുണ്ട്. അതൊന്നും ഞാനങ്ങനെ വീഡിയോ എടുക്കാറില്ല കേട്ടോ. നമ്മൾ സ്ഥിരം വാങ്ങുന്നത് ഈ ചേട്ടനോടാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് പോയി. പിന്നെ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന നങ്കാണ്. ഞാൻ ഇന്ന് പുറത്തെ അടുപ്പിലാണ് തീയൊക്കെ കത്തിച്ച് അരിയൊക്കെ ഇട്ടു. പിന്നെ ഇപ്പുറത്തെ അടുപ്പിലോട്ട് കുടിവെള്ളം കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അന്നേരം ഈ അടുപ്പ് ഇങ്ങനെ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഇങ്ങനെ കത്തിക്കോളും കേട്ടോ. അപ്പം നമുക്ക് ഇപ്പുറത്തോട്ട് കുടിവെള്ളവും അപ്പുറത്തോട്ട് ചോറും വെച്ച് കൊടുക്കാം. അന്നേരം ഞാൻ ഇങ്ങനെ വെയിലില്ല ഇന്ന് അധികം, അതുകൊണ്ടാണ് ഇവിടെ വന്ന് കത്തിച്ചത് കേട്ടോ. അങ്ങനെ ഞാൻ താമസിച്ചാണ് അരിയൊക്കെ ഇട്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് പിന്നെ ഇപ്പുറത്ത് കുടിവെള്ളവും വെച്ച് കൊടുത്തു. ഇനിയിപ്പം അതവിടെ കിടന്ന് വെന്തോളും. അപ്പം നമുക്ക് അടുക്കളയിലോട്ട് വന്നിട്ട് ഇനി നങ്ക് പറ്റിക്കാൻ വേണ്ടി അതിനുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ.
അന്നേരം നാട്ടിൻപുറത്തെ ജീവിതമാണ് പച്ചയായിട്ടുള്ള ജീവിതമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കൂടി കാണുന്നത്. ഇതിനകത്ത് വെച്ച് കേട്ടോ കാര്യങ്ങളൊന്നുമില്ല. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ വീഡിയോയ്ക്കായിട്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നുമില്ല. നമ്മുടെ വീട്ടുകാര്യങ്ങൾ ഡെയിമ ലൈഫായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നു കേട്ടോ. അത് നിങ്ങളുടെ മുന്നിൽ ഞാൻ എൻ്റെ വീട്ടു ജോലികൾ എത്തിക്കുന്നു. അല്ലാതെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഞാൻ വീഡിയോയിൽ ഒന്നും വീട്ടിൽ വേറൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അത് നമ്മുടെ രാവിലെ മുതലുള്ള ഒരു വീട്ടമ്മയുടെ ജോലികൾ, പിന്നെ നാട്ടിൻപുറത്തെ കാഴ്ചകൾ, പ്രത്യേകിച്ച് കുട്ടനാട്ടിലെ കാഴ്ചകളാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരൊക്കെ എനിക്ക് നേരത്തെ മുതലുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ കണ്ടൻറ്റ് ഇത് തന്നെയാണ്. ഇതൊക്കെ തന്നെയുള്ളൂ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ള കൂട്ടുകാരെല്ലാം വീഡിയോ കണ്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഇന്നലത്തെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അടുക്കളയിൽ നിൽക്കുമ്പോൾ നമുക്ക് നല്ല വെട്ടക്കുറവ് വരും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബായ്ക്ക് കണ്ടവാ കേട്ടോ. എന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെയിലടിക്കുന്നത് നമുക്ക് ഈ ജനലിനകത്തൂടെ. അതുകൊണ്ട് നമുക്ക് ഈ അടുക്കളയിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നല്ല വെട്ടക്കുറവ്. പക്ഷേ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഉള്ള വീഡിയോയ്ക്കൊക്കെ നല്ല വെട്ടമാണ് കേട്ടോ. ഇപ്പോൾ എനിക്കിത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവിടെ ഒന്നും ഒരു ലൈറ്റ് പിടിപ്പിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ഗ്യാസിൻ്റെ മേളിലോട്ടില്ല. ഞാനത് നോക്കിയതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകട്ടെ കേട്ടോ. അന്നേരം നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ ഇഷ്ടമുള്ള കുറച്ച് കൂട്ടുകാരുണ്ടല്ലോ, അവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരിക. അന്നേരം നമുക്ക് നങ്കാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അത് ഞാൻ കാണിച്ചായിരുന്നല്ലോ. അതൊക്കെ തൊലി ഇരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് കാന്താരി പറിക്കാനായിട്ട് വന്നിരിക്കുക. കുറച്ച് കാന്താരിയും വേണം, ഒരു 2 ഇതള് കറിവേപ്പിലയും വേണം കേട്ടോ. നമ്മുടെ ഒരു കറിവേപ്പ് തണ്ടി ഇവിടെ നിൽപ്പുണ്ട്, പിന്നെ ഒരു കറിവേപ്പ് ബാക്കി വശത്ത് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം അത് പറിക്കാനായിട്ട് ഞാൻ വന്നതാണ്. നങ്ക് പറ്റിക്കാൻ നല്ല ടേസ്റ്റാണ്. പുളിയിട്ടാണ് ഞാൻ പറ്റിക്കുന്നത് കേട്ടോ. കാരണം മാങ്ങയിട്ട് പറ്റിച്ച് കഴിഞ്ഞാൽ ഇനി പിറ്റേ ദിവസത്തേക്കുണ്ടെങ്കിൽ കേടായിപ്പോവും. അതുകൊണ്ട് പുളിയിട്ട് ഞാൻ പറ്റിക്കുകയാണ് നങ്ക്. പിന്നെ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് കുറച്ച് മോരും കാച്ചണം കേട്ടോ. അപ്പം രാവിലത്തെ സാമ്പാറുണ്ടായിരുന്നു, ഞാനതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച്. അങ്ങനെ തന്നെ നങ്ക് പറ്റിക്കാനായിട്ട് എല്ലാം ഒന്ന് ചതച്ച് വാരി ചട്ടിനിക്കകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചു പുളിയൊക്കെ ഇട്ട് അടുപ്പിലോട്ട് വെക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒരു കവർ മോര് ഒന്ന് പെട്ടെന്ന്, തേങ്ങയൊന്നും അരയ്ക്കത്തില്ല കേട്ടോ, വെറുതെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് കടുക് പൊട്ടിച്ചെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മോരൂടെ കാച്ചും. അന്നേരം ഞാൻ എപ്പോഴും കാച്ചുന്ന മോരാണത്. ഇവിടെ തേങ്ങ അരച്ച് മോര് കാച്ചിയത് കഴിക്കത്തില്ല കേട്ടോ. അന്നേരം പിന്നെ എനിക്കും എളുപ്പമുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു മോരൂടെ കാച്ചുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നങ്കെടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അന്നേരം നങ്ക് ഫ്രൈ ആണ് മക്കൾക്ക് ഇഷ്ടം. അന്നേരം ഞാൻ നങ്ക് ഫ്രൈയും ചെയ്ത് മോരും കാച്ചി മീനും പറ്റിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തെ കറികളൊക്കെ റെഡിയാകും. പിന്നെ കുറച്ച് തുണികളൊക്കെ ഇന്ന് കഴുകാനുണ്ട്, അതൊക്കെ ഒന്ന് കഴുകി വിരിക്കണം. പിന്നെ ഞാൻ എടത്തുവ വരെ പോകുന്നുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോകുന്നുണ്ട്. അന്നേരം അതാണ് ഞാൻ ധൃതി വെച്ച് എല്ലാ ജോലികളും ചെയ്ത് തീർത്തിട്ട് വേണം നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ ഈ നങ്കിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഒക്കെ തിരുമ്മി മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചു. നങ്ക് പറ്റിക്കാനായിട്ട് എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പം ഒരു മോരൂടെ പെട്ടെന്ന് നമുക്ക് കാച്ചി പിന്നെ തുണിയൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ട് ഇടത്തുവായിക്ക് പോയിട്ട് വന്നിട്ട് വീഡിയോ നോക്കിയിട്ട് പറ്റുവാണെങ്കിൽ എടുക്കാം കേട്ടോ. അങ്ങനെ തൈരൊക്കെ പൊട്ടിച്ച് ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ചീനച്ചട്ടി വെച്ച് പെട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒന്ന് കാച്ചിയെടുക്കാം കേട്ടോ. അപ്പം തുണിയൊക്കെ ഞാൻ മെഷീനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ സമയത്ത്. അങ്ങനെ ചീനച്ചട്ടിക്കകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് ഉലുവായും പൊട്ടിച്ചു. പിന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്, നമ്മൾ ഉറ ഒഴിച്ച തൈരൊന്നുമില്ല, കവർ തൈരാണ് കേട്ടോ. നമ്മൾ ഉറ ഒഴിക്കാനായിട്ട് നമ്മളിവിടെ കവർ പാലാണ് മേടിക്കുന്നത്.
അങ്ങനെ പെട്ടെന്നൊരു മോര് കാച്ചിയതും മീൻ പറ്റിച്ചതും പിന്നെ നമുക്ക് മീനോടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ മീൻ പറ്റിക്കുന്നത് വെള്ളയ്ക്കാണ്, നമ്മൾ കാന്താരിയൊക്കെ ഇട്ട് ആണ് പറ്റിച്ചിരിക്കുന്നത് കേട്ടോ. ഇതിനകത്തൊക്കെ മുളക് പൊടി ഇട്ടിട്ടില്ല, പക്ഷേ ഇവിടെ ഉള്ളവരെല്ലാം മുളക് പൊടി ഇട്ടാണ് മീൻ പറ്റിക്കുന്നത് കേട്ടോ. ഞാൻ പക്ഷേ മുളക് പൊടി ഇടത്തില്ല, കാന്താരിയോ പച്ചമുളകോ ഒക്കെ നല്ലവണ്ണം ഇടും. എന്നിട്ട് വെള്ളയ്ക്കാണ് മീൻ പറ്റിക്കുന്നത് കേട്ടോ. ലാസ്റ്റ് നമ്മൾ ഇതിനകത്തൊക്കെ കുറച്ച് പച്ച വെളിച്ചെണ്ണയോടെ ഒഴിക്കും. ശരിക്കും പറഞ്ഞാൽ രാവിലെ ഒന്ന് കുളിച്ചതാണ് കേട്ടോ. ഇപ്പോൾ ഈ അടുക്കളയിലെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് വെട്ടി വേർത്തിട്ടുണ്ട്. ഇനിയും ഒന്നുകൂടെ വെള്ളം ചൂടാക്കി തന്നെ മേല് കഴുകിയിട്ടേ ഞാൻ പോകത്തുള്ളൂ കേട്ടോ. ഇപ്പോൾ എനിക്ക് പച്ചവെള്ളത്തിൽ ഇപ്പം കുളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എപ്പോഴും ഒരു വെള്ളം ചൂടാക്കി വേണമല്ലോ മേല് കഴുകാൻ. അതുകൊണ്ട് രാവിലെ കുളിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, വെട്ടി വേർത്ത് നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം നമ്മുടെ അടുക്കളയിലെ ഈ കുക്കിങ്ങൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ ചോറൊക്കെ വേകാറായി കേട്ടോ. ഈ സമയം കൊണ്ട് അതോടൊന്ന് ഊറ്റി എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സാധനങ്ങളൊക്കെ പോയി വാങ്ങിക്കൊണ്ട് വരണം. അന്നേരം നമ്മൾ 2 വീലറിലാണ് പോകുന്നത് കേട്ടോ. എനിക്ക് 2 വീലർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അന്നേരം അതേ പോയിട്ട് പെട്ടെന്ന് വരാൻ പറ്റും കേട്ടോ. അപ്പം നമ്മുടെ ടിനോപ്പൻ ഇവിടെ ഉണ്ട്, അവൻ ഇന്ന് പോയിട്ടില്ല. അപ്പം നമ്മുടെ മോര് കാച്ചിയത്, സിമ്പിളായിട്ടുള്ള മോര് കാച്ചിയതും മീൻ പറ്റിച്ചതും ഒക്കെ റെഡി ആയിട്ടുണ്ട്. മീൻ ഞാൻ ഫ്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അന്നേരം മോരിനകത്തോട്ട് ആറിക്കഴിഞ്ഞ് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. ഇത് കഴിഞ്ഞപ്പം കുറേ പാത്രങ്ങളുണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ ഒന്ന് കഴുകണം. അതൊക്കെ കഴുകി വെച്ചിട്ട് പോയില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഇല്ല കേട്ടോ. കാരണം എല്ലാ ജോലികളും തീർത്തിട്ടേ ഞാൻ എങ്ങോട്ട് പോകണമെങ്കിലും പോകത്തുള്ളൂ. കാരണം തിരിച്ച് വരുമ്പോൾ എനിക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര മടിയായിരിക്കും. കാരണം ഒന്നാമത് ഈ വെയിലും ചൂടും ഒക്കെ ആയതുകൊണ്ട് നല്ല ക്ഷീണമായിരിക്കും പോയിട്ട് വരുമ്പം കേട്ടോ. അന്നേരം ഞാൻ എവിടെ പോയാലും എൻ്റെ ജോലികളെല്ലാം തീർത്ത് വെച്ചിട്ടേ പോകത്തുള്ളൂ കേട്ടോ. അങ്ങനെ തന്നെ നമ്മുടെ മീനൊക്കെ പറ്റിച്ചത് റെഡിയായി വന്നപ്പോഴത്തേനും ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ മീനൊന്ന് ഫ്രൈ ചെയ്തിട്ടൂടെ പോകണം കേട്ടോ. അന്നേരം ടിനോപ്പൻ ഇവിടെ ഉണ്ടല്ലോ, അവന് ചോറ് കഴിക്കണമെങ്കിൽ കഴിച്ചോട്ടെന്ന് വിചാരിച്ച് ഞാൻ അതുകൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് അവിടെ എല്ലാം തൂത്ത് തുടച്ചൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അങ്ങനെ വേണ്ട തുണിയൊക്കെ ഈ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ മിഷീനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നേരം ഇന്നലെ വൈകിട്ട് കഴുകിയിട്ട തുണികളാണ് ഇവിടെ കിടക്കുന്നതൊക്കെ കേട്ടോ. പിന്നെ ഞാൻ ഇപ്പം അവിടോട്ട് നല്ല വെയിൽ വന്നിട്ടുണ്ട്. അന്നേരം തുണികളൊക്കെ താഴോട്ട് വിരിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് ഉണങ്ങിക്കോളും കേട്ടോ. അങ്ങനെ തുണി അലക്കും കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കിനി വന്നിനി അങ്ങനെ ജോലിയില്ലല്ലോ. വന്നിനി ചോറും കഴിച്ചിട്ട് കുറച്ച് നേരമൊക്കെ വിശ്രമിക്കാം കേട്ടോ. ഉച്ച സമയത്ത് നമുക്ക് ഇച്ചിരി നേരമൊക്കെ വീട്ടമ്മമാരുടെ ജോലികളൊക്കെ കഴിഞ്ഞ് വീട്ടമ്മമാരെല്ലാം ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയമെന്ന് പറഞ്ഞാൽ ഉച്ച സമയമാണില്ലേ. ഞാനും അതുപോലെ തന്നെയാണ്. രാവിലെ തൊട്ട് നമുക്ക് ജോലികളാണ്. എണീക്കുമ്പോൾ മുതൽ മക്കളൊക്കെ പോയിട്ട് പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് നേരമൊക്കെ ജോലിയാണല്ലേ. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരമൊക്കെ ഇരിക്കാം. പിന്നെ അവർ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വൈകുന്നേരമാണ് നമുക്ക് ജോലിയുള്ളത്. അതുപോലെയാണ് എനിക്കും കേട്ടോ. അപ്പം ഞാൻ തുണികളും ഒക്കെ കഴുകിയിട്ടിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് വരുമ്പോഴത്തേന് തുണിയൊക്കെ ഉണങ്ങി കിട്ടും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് മടക്കി വെച്ചാൽ മതിയല്ലോ. എന്നും കാണും കേട്ടോ, 2 ബക്കറ്റ് തുണി ഡെയിലി കാണും. അപ്പോൾ ഇപ്പം കൈ വയ്യാത്തതുകൊണ്ട് ഞാൻ മെഷീനകത്താണ് തുണിയൊക്കെ കഴുകുന്നത്. പിന്നെ യൂണിഫോമും കാര്യങ്ങളും ഒക്കെ മാത്രമേ ഉള്ളൂ കല്ലേ കഴുകുന്നത് കേട്ടോ. അങ്ങനെ തുണി വിരിച്ച് എല്ലാം ഇട്ടു. ഇന്ന് ഞാൻ സെറ്റി കവറും ബെഡ്ഷീറ്റും ഒക്കെ കഴുകാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം അപ്പുറത്തെ വശത്ത് പോയി ബാക്കിയെല്ലാം വിരിച്ചു. പിന്നെ നമ്മുടെ മീനൂടെ വറക്കാൻ ഇട്ടു. അങ്ങനെ ഞാൻ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പോകാനായിട്ടെല്ലാം റെഡിയായി കേട്ടോ. ഇനി പോയിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞാൻ പോയി വന്നു, സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ. അന്നേരം നമ്മൾ ഈ കവർ പാലം വാങ്ങുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാനിങ്ങനെ പുറത്തോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള കുപ്പിപ്പാലില്ലേ അത് വാങ്ങും കേട്ടോ. അങ്ങനെ വേണ്ട അപ്പോസിന് വൈകിട്ടത്തേക്ക് കഴിക്കാനുള്ളതൊക്കെ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് വാങ്ങിച്ചുകൊണ്ട് വരും, എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ. പിന്നെ ചേട്ടൻ രാത്രി വരുമ്പോഴത്തേനും വാങ്ങിച്ചുകൊണ്ട് വരും, സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടെ അടുത്ത് കടകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ പോകുമ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കേട്ടോ. അന്നേരം നമ്മുടെ അപ്പൂസ് വന്നുടനെ മിക്കിയെ പൊക്കിക്കൊണ്ട് നടക്കുകയാണ് കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ മിക്കിയെ, പേരൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അന്നേരം അതിനെ വന്നത് കളിപ്പിച്ച് ഒക്കെ കഴിഞ്ഞേ ഉള്ളൂ. കഴിപ്പൊക്കെ വന്നു കഴിഞ്ഞ് എന്നും മേല് കഴുകിയിട്ടൊക്കെ കഴിക്കുന്നത് കേട്ടോ. പക്ഷേ പോയി ഇത് കണ്ടപ്പോഴത്തേന് പോയി കൈയൊക്കെ സോപ്പിട്ട് കഴുകിയിട്ട് വന്ന് കഴിക്കാനിരുന്നു കേട്ടോ. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.